പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് തപസ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. പൊതുവേ ഇത് ലത്താരെ സൺഡേ എന്ന് അറിയപ്പെടുന്നുണ്ട്. ലത്താരെ സൺഡേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ലെറ്റ്സ് റിജോയ്സ് എന്നുള്ളത്. ലത്താരെ, നമുക്ക് സന്തോഷിക്കാം. ഈ ഒരു പ്രയാസം നിറഞ്ഞ അല്ലെങ്കിൽ കർത്താവിൻ്റെ പാടുപീഡകൾ ധ്യാനിക്കുന്ന ഒരു കാലത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്, പ്രധാനപ്പെട്ടൊരു ഓർമ്മപ്പെടുത്തലാണ് ലെറ്റ്സ് റിജോയ്സ്. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഉത്തരം ഇന്നത്തെ 2-ാമത്തെ വായനയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇതാണ് കാര്യം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ പാടുപീഡകളുടെ, പീഡാനുഭവങ്ങളുടെ ധ്യാന ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മളെ എത്തിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സന്തോഷത്തിലേക്കാണെന്ന്, ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്കാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം. അത് ഒരു പുഷ് തരുന്നതാണ്, ശരിക്കും ഊർജം തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഇങ്ങനെ സങ്കടപ്പെട്ടും മെലങ്കോളിക്കായിട്ടും മാത്രം പോകുന്ന ഒരു കാലമല്ല. ഇതെല്ലാം നമ്മളെ എത്തിക്കാൻ പോകുന്നത് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്കാണ്. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇങ്ങനെ ക്രിസ്തു പ്രകാശിച്ച 2 പേരെ ഇന്നത്തെ 1-ാമത്തെ വായനയിലും സുവിശേഷത്തിലുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു പ്രകാശിച്ച 2 പേര്. ദാവീദാണ് 1-ാമത്തെ ആള്. ഇങ്ങനെ ദാവീദിൻ്റെ വീട്ടിൽ സാമുവൽ പ്രവാചകൻ സാവൂളിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. സാവൂളപ്പോൾ സാമുവൽ പ്രവാചകൻ ജസ്സയെ അന്വേഷിച്ച് വരുന്നുണ്ട്. ജസ്സയുടെ മക്കളെയൊക്കെ നിരത്തി നിർത്തിയിട്ട് ജസ്സ പറയും, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഇവരിൽ ആരെങ്കിലും ഒരാളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് തൻ്റെ മൂത്ത മക്കളെ എല്ലാവരെയും ഇങ്ങനെ നിരത്തി നിർത്തും. പണ്ടേ ഉപേക്ഷിച്ച് കളഞ്ഞിരുന്ന, ആട്ടിടയനായി മാത്രം പരിഗണിച്ചിരുന്ന മകനാണെങ്കിലും ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്ന ദാവീദിനെ അദ്ദേഹം പരിഗണിച്ചതേയില്ല എന്നുള്ളത്. പക്ഷേ ക്രിസ്തു ദാവീദിൻ്റെ മേൽ പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശിപ്പിക്കപ്പെടലിൽ അദ്ദേഹം ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി തന്നെ അഭിഷേകം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തൊരു കരുതലാണ് സ്വർഗത്തിന്. ഇങ്ങനെ മരിച്ചടക്കപ്പെട്ടു പോയ ഒരാളെ കണക്ക് ജീവിക്കുന്ന ഒരാളുടെ മേലൊന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും തളർന്നു കിടക്കുന്നു, മരിച്ചവനെ പോലെ ജീവിക്കുന്നു. സ്വന്തം വീട്ടിൽ പോലും ഒരാളും ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കടന്നു പോകുന്നൊരു കൗമാരക്കാരനായിട്ടുള്ളൊരു ഒരാളായിരുന്നു ദാവീദ്. പക്ഷേ സ്വർഗം അവൻ്റെ മേൽ പ്രകാശിക്കുമ്പോൾ, ക്രിസ്തു അവൻ്റെ മേൽ പ്രകാശമായി വന്നുദിക്കുമ്പോൾ മറ്റെല്ലാവരേക്കും വടിവോ സൗന്ദര്യമോ ഉള്ള തൻ്റെ ജ്യേഷ്ഠന്മാരെക്കാൾ കൂടുതലായി സ്വർഗം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ഒരാളുടെ മേൽ പ്രകാശിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറിപ്പോകുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണത്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ജന്മനാ അന്ധനായി പോയൊരു മനുഷ്യനാണ്. ജന്മനാന്ധനായി പോയൊരു മനുഷ്യനെ കുറിച്ച് അവർ ചോദിക്കും, കർത്താവെ, ഇത് അവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ട് വന്നതാണോ? പാപം കൊണ്ട് വന്നതൊന്നുമല്ല എന്നേ. ഇത് നേരെ മറിച്ച് എനിക്ക് അവൻ്റെ മേൽ പ്രകാശിക്കാനുള്ളതാണ്. എൻ്റെ മഹത്വം ഈ ലോകം ദർശിക്കേണ്ടത് ഇവനിലൂടെയാണ്. അങ്ങനെ കർത്താവ് അവൻ്റെ മേൽ പ്രകാശിക്കുമ്പോൾ ഈ ലോകത്തൊരാൾക്കുമില്ലാത്ത വലിയ തെളിച്ചം കൊണ്ട് ഈ മനുഷ്യൻ നിറയുന്നത് കാണുന്നുണ്ട്. അത് കണ്ണിൻ്റെ മാത്രം കാഴ്ചയായിരുന്നില്ല. നേരെ മറിച്ച് ജീവിതത്തിൽ മുഴുവൻ ഇത് ദൈവപുത്രൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ള വലിയ വെളിച്ചത്തിലേക്ക് ആ മനുഷ്യൻ വരുന്നതും സാക്ഷ്യം കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഒരാളുടെ ജീവിതം മാറും. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ലത്താര സൺഡേ നമുക്ക് നൽകുന്നത്. ഇനി ഈ കുരിശ് വഴികളൊക്കെ ഉണ്ടാവും, പാടുപീഡകളുണ്ടാവും, മർദ്ദനങ്ങളുണ്ടാവും, തെറ്റിദ്ധരിക്കപ്പെടുകളും ഒറ്റപ്പെടലുകളും ഉണ്ടാവും, കുരിശിൻ്റെ വഴികളുണ്ടാവും, ഒരു കുരിശുമരണം ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് ജീവിതം മാറി നിങ്ങൾ തീർച്ചയായിട്ടും ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു ഉയർപ്പുണ്ടാകും. കർത്താവ് നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കണ്ട, ഉണർന്നിരിക്കുക. ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് നീ എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ചില ജീവിതങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ കാലത്തേക്കും തകർന്നു പോയി എന്ന് തോന്നിയിടത്ത് നിന്ന് അവർ ജീവിതങ്ങളെ തിരികെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ
കുറച്ച് നാൾ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹൃദയം എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയിൽ ഈ പിള്ളേരുടെയൊക്കെ ജീവിതം തകർന്നു തീർന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചെടുത്ത് നിന്നൊരു സെക്കൻഡ് പാർട്ട് തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇവരെല്ലാവരും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ജീവിതത്തിൻ്റെ അവരെ ചിന്തിച്ച് ഉറപ്പിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഇടങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യരെയാണ്. കാലം തീർച്ചയായിട്ടും ഒന്ന് കാത്തിരിക്കുന്ന മനുഷ്യരുടെ മേൽ പ്രകാശമായി വന്നുദിക്കും. ആ പ്രകാശത്തിൻ്റെ പേര് ക്രിസ്തുവാണെങ്കിൽ, ആ ക്രിസ്തു എന്നുള്ള വെളിച്ചത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ വലിയ നന്മകളിലേക്ക്, ഉയർപ്പിലേക്ക് സ്വർഗം നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. പറഞ്ഞല്ലോ, ഇന്നലെ എത്താറെ സൺഡേ ആണ്. വരാനിരിക്കുന്ന ഉദ്ധാനത്തിൻ്റെ ആ മഹിമയെ നോക്കി ജീവിക്കേണ്ട ദിനങ്ങളാണ് ഇനി നടക്കുന്ന കുരിശ് വഴികളിലൊക്കെ എൻ്റെ നോട്ടം മുഴുവൻ കുരിശിന്മേലേക്ക്, കുരിശിൽ നിന്ന് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക്. പിന്നെ ഇവിടെ നമുക്ക് തളർന്നു കിടക്കാൻ പറ്റില്ല. ബലി പൂർത്തിയാകാൻ ഇനി വളരെ സമയമില്ല. അവിടെ നിന്ന് നടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, നോട്ടം എങ്ങോട്ടായിരുന്നു, ആ ബലിയിലേക്ക്, അവിടെ നിന്നുള്ള ഉയർപ്പിൻ്റെ മഹിമയിലേക്ക്. കർത്താവേ, ഞങ്ങളെയും ഈ ഒരു പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ഉദ്ധാനത്തിൽ പങ്കുചേരുന്ന വലിയ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ടും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും സന്തോഷത്തോടുകൂടെ ഈ കുരിശിൻ്റെ വഴികളുടെ നാളുകൾ നടന്നു തീർക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില മോട്ടിവേഷൻ വീഡിയോസിൻ്റെ താഴെ കാണുന്ന കമൻസ് ഉണ്ട്. താങ്ക് യു സാർ, നിങ്ങളുടെ ഇത്തിരി നേരത്തെ സംഭാഷണം എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച് ഉലച്ചു കളഞ്ഞു. ഇങ്ങനെ മനുഷ്യരുടെ വാക്കുകൾ ചില മനുഷ്യരുടെ ജീവിതത്തെ ഇത്രമാത്രം ഉലയ്ക്കുന്നുണ്ടെങ്കിൽ, മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ, ദൈവം തന്നെ പ്രകാശമായി അവരുടെ ശിരസിന് മീതെ ഉദിക്കുമ്പോൾ എത്രമാത്രം അവരുടെ ജീവിതം പ്രതീക്ഷിക്കാത്ത ലെവലിൽ ഉയർന്നു പൊങ്ങുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ രാത്രിയിൽ ആ വെളിച്ചമായി എൻ്റെ മേൽ നിറയണമേ എന്ന്. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.